നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജോലി ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചതിന്റെ വൈരാഗ്യത്തിൽ വാടാനപ്പള്ളിയിൽ യുവാവിന് നേരെ ആക്രമണം. പെരുങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാ ഗോപി MLAക്ക് നിവേദനം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനം വിവിധ പഞ്ചായത്തുകളും സംഘടനകളും ആചരിച്ചു. വാർത്തകൾ വിശദമായി. ജോലി ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും പരാതി. വാടാനപ്പള്ളി സ്വദേശി നഫീലാണ് ആക്രമണത്തിന് ഇരയായത്. വാടാനപ്പള്ളി സെന്ററിലെ ജവഹർ തിയേറ്ററിന് മുൻവശത്തുള്ള റോഡരികിലെ കൂൾ ഡ്രിങ്ക്സ് കടയിൽ ജോലി ചെയ്തിരുന്ന നഫീൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് ആക്രമണം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു. നഫീലിനെ വിവിധ സ്ഥലങ്ങളിൽ കാറിൽ കൊണ്ടുപോയി ഹെൽമറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തലയിൽ അടിക്കുകയും ഗുരുതരമായി മർദ്ദിക്കുകയും ചെയ്തതായി കുടുംബം ആരോപിക്കുന്നു. പരിക്കേറ്റ നഫീൽ നിലവിൽ ചാവക്കാട് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് നഫീലിൻ്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കേസിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബാംഗങ്ങളുടെയും ആവശ്യം. മഴയൊക്കെ പെയ്തപ്പോൾ പിന്നെ കട ചെയ്യണ്ടെന്ന് വിചാരിച്ച് ചെയ്യാണ്ടിരുന്നു കുറച്ചാൾ. അങ്ങനെ അത് ചെയ്യാണ്ടായപ്പോൾ പിന്നെ എന്നെ വിളിച്ചോരോന്നും പറയലും ചീത്ത പറയലും തെറി പറയലും തല്ലാനൊക്കെ വരലും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വർക്കിന് പോയപ്പോൾ അവിടുത്തെ മുതലാളീനെ വിളിച്ച് തെറി പറയലും അങ്ങനെ ഓരോന്നായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ മരിച്ചതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയത് പണിയെടുക്കാണ്ട്. അത് കഴിഞ്ഞ് പോയിട്ട് വീണ്ടും ഒരു എന്നോട് ഭയങ്കര ശല്യം തന്നെ. പിന്നെ ഞാൻ നാട്ടിൽ വെള്ളിയാഴ്ച ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ അവരെന്നെ റിസ്കിൻ്റെ മോൻ്റെ കൂട്ടുകാരനും കൂടി വീട്ടിൽ വന്നിട്ട് ബുള്ളറ്റും വന്ന് എന്നെ വിളിച്ച് കയറ്റിക്കൊണ്ടേ വാപ്പച്ചിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിസ്കിനെ സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിരുന്നു. എന്നെ ഒരു TCC ക്ലബിൻ്റെ ഉള്ളിൽ എന്നെ ഇടിച്ച് ഹെൽമെറ്റ് കൊണ്ടൊക്കെ തല്ലി ചെവിയൊക്കെ അടിച്ച് പൊളിച്ചു. പിന്നെ അങ്ങനെ അല്ലാണ്ട് ചെവിയൊക്കെ തല്ലി പൊളിച്ചിട്ട് ചെവി ഇവിടെ എനിക്കിപ്പോൾ വേദന എടുത്തിട്ട് ഭയങ്കര പറ്റില്ല. എണിച്ച് എടുക്കാനും പറ്റില്ല, എണിച്ചിരിക്കാനും പറ്റില്ല, തലക്ക് ഭയങ്കര വേദന. പെരുങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയും അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയും ചേർന്ന് ഗീതാ ഗോപി MLAക്ക് നിവേദനം നൽകി. അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന പരിധിയുടെ ആധിക്യവും മതിയായ പോലീസുകാരുടെ കുറവും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 5 ഗ്രാമപഞ്ചായത്തുകളിൽ കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അടിയന്തരമായി പെരുങ്ങോട്ടുകര കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് MLAക്ക് നിവേദനം നൽകിയത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രവർത്തന പരിധിയുള്ള അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ മതിയായ പോലീസുകാരോ വാഹനങ്ങളോ ഇല്ലാത്തത് 16 വില്ലേജുകൾ ഉൾപ്പെടുന്ന 5 പഞ്ചായത്തുകളിലെ സാധാരണക്കാരുടെ ജനജീവിതത്തിന് ഭീഷണിയാകുന്ന സാഹചര്യമാണ്. ഇതിന് പരിഹാരമായി അന്തിക്കാട് സ്റ്റേഷൻ പരിധി വിഭജിച്ച് പെരുങ്ങോട്ടുകര പോലീസ് ഔട്ട് പോസ്റ്റ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നും ജനകീയ സമിതിയും അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. പെരുങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ഇതിനായി ജനകീയ സമിതിയോടൊപ്പം ഉണ്ടാകുമെന്നും നിവേദനം സ്വീകരിച്ച ഗീതാ ഗോപി MLA അറിയിച്ചു. ജനപ്രതിനിധികളായ തൃശൂർ ജില്ലാ പഞ്ചായത്ത് താന്നി ഡിവിഷൻ അംഗം KP സന്ദീപ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ അജിത മോഹനൻ, അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതി അംഗങ്ങളായ അബ്ബാസ് വി രാവുണ്ണി, TV ദീപു, ഷൈജു കല്ലാറ്റ്, EC അനിൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമീണ ഗ്രന്ഥശാലയുടെ വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു. വയോജനവേദിയുടെ പ്രസിഡന്റ് VK മാധവൻ ഗ്രന്ഥശാല പരിസരത്ത് പതാക ഉയർത്തി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ മഹനീയ നേതാക്കളായ PN പണിക്കരുടെ ജന്മദിനമായ ജൂൺ 19 മുതൽ IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.
ഗവൺമെൻറ് ഫിഷറീസ് ഹൈസ്കൂളിൽ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക PV ഷൈനി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മലയാളം അധ്യാപിക PA ഷീജ, PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല സെക്രട്ടറി PV ദിലീപ് കുമാർ, കോർഡിനേറ്റർ PK സുധർമ്മൻ, ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം സുമ ഉദയൻ, യുവതാദേവി ജോയിന്റ് സെക്രട്ടറി MB സ്കന്ദരാജ്, വനിതാവേദി എക്സിക്യൂട്ടീവ് അംഗം സുഷാര KS എന്നിവർ നേതൃത്വം നൽകി. ലൈബ്രറിയൻ ധന്യ രഞ്ജിത്ത്, സർദാർ കലാവേദി സെക്രട്ടറി PK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 3, 5, 7 വാർഡുകളും കാഞ്ഞാണി സൈമൺസ് കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് അന്തിക്കാട് GLPS സ്കൂളിൽ ചേർന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ അധ്യക്ഷത വഹിച്ചു. 7ാം വാർഡ് മെമ്പർ സിമി ജോജു, 5ാം വാർഡ് മെമ്പർ ശാലിനി സന്ദീപ്, സൈമൺസ് കണ്ണാശുപത്രി മാർക്കറ്റിംഗ് മാനേജർ വൈശാഖ് P. ശിവൻ എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. അന്തിക്കാട് പഞ്ചായത്തിൽ 3 വാർഡുകളല്ല ഉള്ളത്. ബാക്കിയുള്ള വാർഡുകളിലേക്കും ഇതിൻ്റെ സേവനം തരികയാണെങ്കിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാണ്. കണ്ണുള്ളപ്പോഴേ കാഴ്ചയുടെ വിലയേറിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കാഴ്ച പരിമിതപ്പെട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. ഏതൊരു അസുഖങ്ങൾക്കും മുൻകൂട്ടി കണ്ടെത്തി ഭേദമാക്കാൻ എളുപ്പമാണ്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തൃപ്പയാർ മഹാത്മാ ക്ലബ്ബ് ലൈബ്രറിയിൽ അനുമോദിച്ചു. അനുമോദന സദസ്സ് ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് E. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ മുഖ്യ അതിഥിയായി. സെക്രട്ടറി C. പ്രേംകുമാർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം AK രാധാകൃഷ്ണൻ, CG അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോ, ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് വാങ്ങി വിജയിച്ച KR ആര്യയെ നടുവത്തേരി ആരതി മേനോൻ സ്മരണയ്ക്കായി നൽകിയ മൊമൻറ്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. മികച്ച ലൈബ്രറി പ്രവർത്തനം നടത്തിയ സെക്രട്ടറി, ജനറൽ കൺവീനർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഒരു വിദ്യാർത്ഥിക്ക് ലൈബ്രറിയുടെ പഠന സഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി വിനോദ് നടുവത്തേരി, സജൻ മേനോൻ, പ്രസിദ്ധ് PS, സതീദേവി M, ഉഷ വിജയകുമാർ, മാധവ മേനോൻ, സതീദേവി K എന്നിവർ നേതൃത്വം നൽകി. എന്തൊക്കെ തന്നെയായാലും നാട്ടിലെ പൊതു സാമൂഹ്യ രംഗത്ത് വികസനം വേണം എന്ന് ആത്മാർത്ഥമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞാൻ, അല്ലെങ്കിൽ നമ്മൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലബിന് വേണ്ടി നൽകുന്ന ഏതാണ് പ്രപ്പോസ് എന്നത് അത് ഈ വേദിക്ക് അനുസൃതമായി ഞാൻ സ്വാഗതം ചെയ്യാണ്. നമുക്ക് 2 കൂട്ടർക്കും മേശക്കരികിൽ നിന്ന് തീർക്കേണ്ട ചില വികസന കാര്യങ്ങളാണ് ക്ലബ്ബുമായിട്ടുണ്ടെങ്കിൽ VS സുൽകുമാർ അങ്ങനെ ഒരു ഫണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്കത് തരാൻ മടിയില്ല. അത് ഞാൻ ഇവിടെ അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് എന്ന് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നത്. തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ അധികാര സമർപ്പണ ചടങ്ങ് കോഴിക്കോട് GST വിഭാഗം ജോയിന്റ് കമ്മീഷണർ അഭിലാഷ് PA ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് തൃശൂർ കേരളവർമ്മ കോളേജ് റിട്ടയേർഡ് ഫിസിക്സ് മേധാവി പ്രൊഫസർ KB സുനിൽ ഉദ്ഘാടനം ചെയ്തു. പേഴ്സ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ MA ഷൗക്കത്തലി അധ്യക്ഷനായി. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മദ്രാസ് IIT-യിൽ നിന്ന് BTech, MTech ബിരുദം നേടി ഇപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ MBA വിദ്യാർത്ഥിയായ ഋഷികേശ് TM, CFO സീനിയർ മാനേജർ ശ്വേത T. മഹേന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് എക്സലന്റ് അവാർഡുകൾ നൽകി. പേഴ്സ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, ട്രഷറർ EA ഹാരിസ്, മാനേജർ മുഹമ്മദ് അലി IT, തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ രാജേഷ് R, ഡയറക്ടർ ബോർഡ് മെമ്പർ മുഹമ്മദ് ഹുസൈൻ, പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ, വൈസ് പ്രിൻസിപ്പാൾ സുവിത CS എന്നിവർ സംസാരിച്ചു. ഈ
ഒരു അസുലഭ മുഹൂർത്തത്തിൽ ഈ വേദി പങ്കിടുവാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സ്ഥാനാരോഹണ ചടങ്ങും എക്സലൻസ് അവാർഡ് വിതരണവും എല്ലാ വിദ്യാലയങ്ങളിലെയും ഒരു വളരെ അഭിമാനം അറിയിക്കുന്ന നിമിഷങ്ങളാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിലെയാണ് നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മനസ്സിലായി. അത് തന്നെയാണ് ഈ ചടങ്ങിൻ്റെ വിശേഷണം. വെൽക്കം സ്പീച്ചിൽ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചു, ഈ വിദ്യാലയവും ഇവിടുത്തെ അധ്യാപകരും നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസവും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളിൽ അർപ്പിച്ച ഉത്തരവാദിത്വമാണ് നിങ്ങളെ ഇന്ന് ഈ ചടങ്ങിന് അർഹരാക്കിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എന്നും നിർവഹിക്കാൻ കഴിയട്ടെ. എല്ലാവരും പറഞ്ഞു, ലീഡർഷിപ്പ് എന്നത് മുന്നിൽ നിന്ന് നയിക്കുന്നതാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 ജൂൺ 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തൃപ്രയാർ കിഴക്കി നടയിലെ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സംസ്ഥാന യുവജനക്ഷേമ കായിക മന്ത്രി OG ജനീഷ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. കേരള വിഷൻ സ്മാർട്ടിന്റെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ നിർവഹിക്കും. കയ്പമംഗലം MLA KK വത്സരാജ് സൗജന്യ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും COA സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. PM ശ്രീ പദ്ധതി അംഗീകരിക്കാൻ UDF ഗവൺമെന്റിന് 1 മാസം പോലും വേണ്ടി വന്നില്ലെന്നും BJP അജണ്ട നടപ്പിലാക്കാനുള്ള ഡീലാണ് ഇതിന് പിന്നിലെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് പറഞ്ഞു. KV പീതാംബരൻ ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം നാട്ടിക ശ്രീനാരായണ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണത്തിന് മാറിയപ്പോഴുള്ള ഒരു പ്രശ്നം ഞങ്ങൾ അഭിമുഖീകരിക്കുകയാണ് എന്ന് അവർ പറയുകയുണ്ടായി.
അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഭരണത്തിൻ്റെ ഭാഗമായി കൊണ്ടല്ല ഈ സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപം കൊണ്ടത്. സംഘടനകളും പാർട്ടിയും വിവിധ പ്രസ്ഥാനങ്ങളും നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമായി പല ഘട്ടങ്ങളിലും നമുക്ക് ഭരണം കിട്ടിയത് മാത്രമാണ്. അതായത് ഭരണത്തിൻ്റെ ശീതളച്ചായക്കകത്ത് വളർന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലാത്ത കാലഘട്ടത്തിൽ നടത്തിയ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമായിട്ട് പല ഘട്ടങ്ങളിലും നമുക്ക് ഭരണം കിട്ടി. 57-ലാണല്ലോ ഭരണം കിട്ടുന്നത്. അതിനു മുൻപ് ജീവിതത്തിൽ ഒരിക്കലും, തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഭരണം എന്നുള്ളത് സ്വപ്നം പോലും കാണാൻ സാധ്യതയില്ല എന്ന് കരുതിയ കാലത്തും ഇന്ന് നടത്തിയ പോരാട്ടങ്ങൾ, ത്യാഗനിർഭരമായ സമരങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനം, അത് സൃഷ്ടിച്ച ജനസമ്മതി, ആ സമ്മതിയിൽ നിന്നാണ് 57 ഏപ്രിൽ 5 കേരളം ചരിത്രം സൃഷ്ടിക്കുന്നത്. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. PM അഹമ്മദ്, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KA വിശ്വംഭരൻ, KR സീത, TS മധുസൂദനൻ, KB ഹംസ, KV പീതാംബരൻ്റെ ഭാര്യ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ നാട്ടികയിലെ KV പീതാംബരൻ്റെ വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. 12ാമത് അന്താരാഷ്ട്ര യോഗാചരണം നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. യോഗ പരിശീലക വനജ P. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM സിദ്ദിഖ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ, മെമ്പർമാരായ സനി രാജു, സജിനി നിഷ ഉണ്ണികൃഷ്ണൻ, പവിത്രൻ KV, സിന്ധു സിദ്ധപ്രസാദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാലു TR എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനജ P. സുനിത കാർത്തികേയൻ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗാവതരണം നടന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ്. അതായത് നമ്മളെല്ലാവരും വാർദ്ധക്യമാകുമ്പോഴാണ് നമ്മൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുക. പക്ഷെ ഇന്നത്തെ കാലത്ത് യോഗ ചെയ്തുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ഒരു വാർദ്ധക്യ സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. 3.3 കോടി ജനങ്ങളിപ്പോൾ യോഗ ചെയ്തു പോകുന്നുണ്ട്. അതോടൊപ്പം പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി സമൂഹങ്ങളിലും അതുപോലെയുള്ള ആചാര്യന്മാർ അങ്ങനെയുള്ളവർ മാത്രമേ യോഗ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നെല്ലാവരും ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി യോഗ, അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഉത്തരവാദിത്വവും ബോധമുള്ളവരാണ്. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ വായന പക്ഷാചരണത്തിന് തുടക്കമായി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മെമ്പർ ചിദംബരം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി ജാൻസി ജേക്കബ്, എഴുത്തുകാരി ലിൻഡ ജാനകി, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ PS ഷാജഹാൻ, KH ഹബീബ്, ഇക്ബാൽ കുട്ടമംഗലം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ മെമ്പർ KA കൊച്ചുമോൻ, ബിജു വിജയൻ നെല്ലിപ്പറമ്പിൽ, NR ഖാൻ, ജൂലിയറ്റ്, ബാലവേദി പ്രതിനിധികളായ ഷൈസ പർവീൻ, ബുഷ്ര സലീം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മാപ്പിള കലാകാരൻ ഉമ്മർ പഴുവിൽ, സാഹിത്യരംഗത്ത് 55 വർഷം പൂർത്തിയാക്കിയ ബാപ്പു വലപ്പാടിനെ ആദരിച്ചു. ചിലതൊക്കെ ഡെഡായിട്ടുണ്ടാവും. അത് പലതരത്തിൽ പല പ്രവർത്തനങ്ങളും പലതരത്തിലാവും. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 10,000-ഓളം. അത് തന്നെയല്ല, ഇപ്പോഴത്തെ ഈ പറഞ്ഞ നമ്പറിലായി എന്ന് പറയുമ്പോൾ കുറേ എണ്ണം അപേക്ഷകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 10,000-ഓളം എടുക്കാനായിട്ട് ഇപ്പോൾ ഈ അടുത്ത് ചിലപ്പോൾ ഈ ഓണത്തിനൊക്കെ മുമ്പ് തന്നെ 10,000-അടുത്ത് എത്താൻ സാധിക്കും. എന്താണ് ലൈബ്രറികളുടെ ഉദ്ദേശം? നമ്മളെ തുടക്കത്തിലൊക്കെ ഏറ്റവും ആദ്യം തുടക്കത്തിൽ ഉദ്ദേശം എന്തായിരുന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ കടം കൊടുക്കുക. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വാർഡ് 4 ഗ്രീൻ ഗാർഡൻ JLGയുടെ ഓണക്കനി നിരപ്പൊലിമ നടിൽ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ രാജീവ് രഞ്ജൻ അധ്യക്ഷയായി. CDS മെമ്പർ ഗീതാഞ്ജലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, ശ്രീജ മൂവീസ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണത്തിന്
ഒരു കൊട്ട പൂവും അതോടൊപ്പം തന്നെ പച്ചക്കറി, മുറം നിറയെ പച്ചക്കറി എന്നുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മളിന്ന് നിറപ്പൊലിമ ഓണക്കനിവ് എന്നൊരു പരിപാടിക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. 4-ാം വാർഡിൽ ഓണത്തിന് പൂക്കളിടാനായിട്ട് ചെണ്ടുമല്ലി തൈയും അതുപോലെ തന്നെ പച്ചമുളക്, തക്കാളി, അങ്ങനെ വിവിധ തരം പച്ചക്കറികളും ഇവർ കുടുംബശ്രീ തലത്തിൽ തന്നെ വാങ്ങിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ കൃഷി നടത്തുന്നത്. തളിക്കുളം വട്ടപ്പള്ളി ദൈവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. മണലൂർ താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കാരമുക്ക് SNGS HS സ്കൂളിൽ ഹൈസ്കൂൾ തല മിനി വേൾഡ് കപ്പ് 2026 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വ്യത്യസ്ത ടീമുകളുടെ പേരുകളിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. 2 ദിവസങ്ങളിലായി നടത്തുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് PB ജോഷി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പ്രീത P രവീന്ദ്രൻ, ഹെഡ്മിസ്ട്രസ് ജയന്തി N മേനോൻ, മാനേജർ പ്രദീപ് മാസ്റ്റർ, സമാജം സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് കണ്ണൻ കൂട്ടാല, PTA അംഗങ്ങളായ ദിലീപ്, സലീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റിന്റെ 2ാം ഘട്ടവും അവസാന മത്സരങ്ങളും ജൂൺ 28 ഞായറാഴ്ച നടക്കും. മുൻ സന്തോഷ് ട്രോഫി നായകൻ NV നെൽസൺ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. മഴ പെയ്താൽ ഇതിൻ്റെ ഈ കളിയുടെ എല്ലാം സുഖം നഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും വെയിൽ പ്രശ്നമില്ല, നമുക്ക് കളിക്കുമ്പോൾ അത് ഫീൽ ചെയ്യില്ല. പക്ഷെ എന്നാലും നല്ലൊരു ക്ലൈമറ്റ് അന്തരീക്ഷം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റ് ഭംഗിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ കാരമുക്ക് സ്കൂളിൻ്റെ ഈ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എടമുട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആദരണീയം 2026 സംഘടിപ്പിച്ചു.
ബാങ്ക് പരിധിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡും കലാകായിക രംഗത്ത് മികവ് പുലർത്തിയ ആളുകൾക്ക് ആദരവും നൽകി. പാലപ്പെട്ടി SVUP സ്കൂളിൽ സംഘടിപ്പിച്ച ആദരണീയം ദാലിയ ഹോസ്പിറ്റാലിറ്റി ചെയർമാൻ അബ്ദുള്ള ഹംസ ഉദ്ഘാടനം നിർവഹിച്ചു. എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശോഭ സുബിൻ അധ്യക്ഷനായി. മധു ശക്തിധരൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് കരീം പോക്കാക്കില്ലത്ത്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ ബാബു, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ UR രാകേഷ്, KL റോഡക്സ്, ലിഷ ടീച്ചർ ശരത്ത്, ഷാജു കാരയിൽ തെക്കൂട്ട്, ബാങ്ക് സെക്രട്ടറി സുദിന KD, പൊതുപ്രവർത്തകരായ മൈത്രി വത്സൻ, ജിതേഷ് പൊയ്യാറ എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ കുട്ടികൾ അങ്ങനത്തെ തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റും പണ്ട് പേപ്പറിലൂടെ ന്യൂസിലൂടെ ഒക്കെ കേട്ടതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എൻ്റെ പൊന്നുമക്കൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചു വലിയ ആളായിക്കൊണ്ട് മാതാപിതാക്കളെ മാത്രമല്ല, കുടുംബത്തെ മാത്രമല്ല, ചുറ്റുമുള്ളവരെയും നാടിനെയും നാട്ടുകാരെയും ഒക്കെ സ്നേഹിച്ച് അവരൊക്കെ ആശ്വാസമാകുന്ന തരത്തിൽ മക്കൾ വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഔപചാരികമായ ചടങ്ങിലേക്ക് കടക്കുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഏറ്റവും മോട്ടിവേഷൻ ക്ലാസ് മക്കൾക്കും മാതാപിതാക്കൾക്കും തരാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആളാണ് നമ്മുടെ വിശിഷ്ടാതിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം വേദിയിലിരിക്കുന്ന വിശിഷ്ടമായ വ്യക്തിയുടെ അനുവാദത്തോടും അതിലേറെ എൻ്റെ പ്രിയപ്പെട്ട സദസ്സിലിരിക്കുന്നവരുടെ അനുഗ്രഹത്തോടും കൂടി ദൈവനാമത്തിൽ ഔദ്യോഗികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു. അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയുടെയും അന്തിക്കാട് 4-ാം വാർഡ് ADS കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പൊതുവെ എല്ലാ തരത്തിലും ക്ലീനാക്കുക എന്നുള്ള അപ്പം ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ നമ്മൾ ആ മുദ്രാവാക്യം ഇതിലും വെച്ചു. ക്ലീനായ എന്ത് ക്ലീൻ ലഹരിയിൽ നിന്ന് നമ്മൾ ക്ലീൻ ആവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ലഹരി വേണം, അതായത് മയക്കുമരുന്ന് അത്തരം കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് വേണ്ടത്. ലഹരി നമുക്ക് നല്ലോണം വേണം. ഏതിന് വേണം? ജീവിതത്തിൽ ലഹരി വേണം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്കൊരു ലഹരി വേണം. ഏത് ലഹരി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോടൊരു എന്ത് വേണം? നല്ല ആത്മാർത്ഥ. അതിലായിരിക്കണം നമുക്ക് ലഹരി. CDS അംഗം അജയ ബാബു അധ്യക്ഷയായി. എക്സൈസ് ഓഫീസർ N രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അന്തിക്കാട് SI L വിഷ്ണു മുഖ്യാതിഥിയായി. മിനി ഷാജി, ഷീജ രാജു, രജീഷ് പാന്തോട്, അബ്ബാസ് വീരാവുണ്ണി എന്നിവർ സംസാരിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് SSLCയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും ആദരിച്ചു. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PR മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. MLAക്ക് ബാങ്കിന്റെ സ്നേഹാദരവ് സമ്മാനിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോഷി പൊറ്റേക്കാട്ട്, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KP സന്ദീപ്, സലിജ ടീച്ചർ, ബാങ്ക് സെക്രട്ടറി VD അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും പരാജയമാണ്. അത് ഫുൾ A+ അല്ല, പരീക്ഷയിൽ ഫുൾ A+ മാത്രമാണ്. ഇത് രണ്ടും വേണം. പരീക്ഷയിലും ഫുൾ A+ വേണം, ജീവിതത്തിലും ഫുൾ A+ വേണം. അതിനാണ് ബാങ്ക് ഇതൊക്കെ ചെയ്യുന്നത്. ജീവിതത്തിൽ A+ വേണമെങ്കിൽ വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനങ്ങളിൽ ഒന്ന്, വിദ്യാഭ്യാസം എന്നത് വിഷയ പഠനം മാത്രമല്ല. ആ ആശയം നിങ്ങൾക്ക് പകർന്നു തരാനാണ് ഇങ്ങനെ ആദരിക്കുന്നത്. വിഷയ പഠനത്തിൽ നിങ്ങൾ മിടുക്കന്മാർ, വെരി ഗുഡ്. അത് മാത്രമല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നത് വിഷയ പഠനമാണ്, ജീവിത പഠനവുമാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ പഠിക്കണം. പഠനം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ടാവാൻ ജീവിതം പഠിക്കാൻ നെവർ, ഒരിക്കലും നടക്കില്ല. അതാണ് പൊതുവിദ്യാലയങ്ങളും അതല്ലാത്ത വിദ്യാലയങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എന്നോട് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഒരാൾ ചോദിച്ചു, 2+2 ഉത്തരം എത്ര മാഷയെന്ന് ചോദിച്ചു. ഞാൻ 4 മാഷ പൊതുവിദ്യാലയത്തിൽ എത്ര ഉത്തരം? 4. വേറെ ചില വിദ്യാലയങ്ങളുണ്ടല്ലോ, അവിടുത്തെ ഉത്തരം എത്രയാ? 12. എത്രയാ? 4. അതിനെന്ത് വ്യത്യാസം?
കാരമുക്ക് പൂത്തൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷി ആരംഭിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷനായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, യുവജന സമിതി പ്രസിഡന്റ് CS അക്ഷയ്, വാർഡ് മെമ്പർ വിനീത് പാറമേൽ, വിജയൻ മാഷ് നമ്പിയത്ത്, യൂത്ത് വിംഗ് ഭാരവാഹികളായ അതുൽ കൃഷ്ണ, അഭിനവ് കൃഷ്ണ, രോഹിത്, അഖിൽ രാജ്, ജിഷ്ണു, ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ PB വേണു, സൂര്യനാരായണൻ K, VV പ്രമോദ്, UK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇന്നിപ്പോൾ ഇവിടെ പലയിടത്തും ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ, പലയിടത്തും അതിങ്ങനെ എല്ലായിടത്തും നടുകയാണ്. നമ്മളിത് എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഓണത്തിന് നമുക്ക് പൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പൂവ് നമ്മൾക്ക് വീടുകളിലേക്ക് ഉപയോഗിക്കാം. അതിലുപരി നമുക്ക് വിപണനം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതാക്കാം. അത് വ്യത്യസ്തമായിട്ട് ഇതിങ്ങനത്തെ ഒരു പ്രവൃത്തി എന്ന് പറയുന്ന സമൂഹത്തിൽ എല്ലാവരും എല്ലാ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഏറ്റെടുത്താൽ നമുക്ക് വലിയൊരു സംഭവമാക്കി മാറ്റാൻ പറ്റും നമ്മുടെ പഞ്ചായത്തിൽ. വായനാ വാരാചരണം വേറിട്ട പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമാക്കി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. അമ്മ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹരിതഗ്രാമമായ താനാപ്പാടത്തെ വീടുകളിലേക്ക് സഞ്ചരിക്കുന്ന വായനശാല എത്തുന്നു. സൈക്കിളിൽ സജ്ജമാക്കിയ പുസ്തകക്കെട്ടുകളുമായി വളണ്ടിയർമാർ വെള്ളിയാഴ്ചകളിൽ വീടുകളിലെത്തും. വായന കഴിഞ്ഞ പുസ്തകങ്ങൾ ശേഖരിച്ച് പുതിയവ നൽകും. തുടർ പ്രവർത്തനമായി നടക്കുന്ന ഈ വായനക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും യൂണിറ്റ് ആലോചിക്കുന്നു. ലീഡർമാരായ ഓസ്റ്റിൻ ജോബി, ഫരീദ PK എന്നിവർ നേതൃത്വം നൽകി. പ്രോഗ്രാം ഓഫീസർ രാജശ്രീ R പദ്ധതി വിശദീകരണം നടത്തി. പ്രിൻസിപ്പൽ അബീദ A പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാടാനപ്പള്ളി 20ാം വാർഡ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ MP-യും AICC സെക്രട്ടറിയുമായ TN പ്രതാപൻ നിർവഹിച്ചു. വാർഡ് പ്രസിഡന്റ് VV അർജുനൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ബൂത്ത് പ്രസിഡന്റ് AA മുഹമ്മദ്, ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് MA മുസ്തഫ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV സിജിത്ത്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഗിൽസ തിലകൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് REA നാസർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ട്രഷറർ IP പ്രഭാകരൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന താജു, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ഷഫീന ഷബീർ അലി, വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PA ഉമ്മർ, AT റഫീഖ്, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫാത്തിമ ജലീൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഫാസിൽ ജലീൽ, KSU ജില്ലാ സെക്രട്ടറി PU അൻസാർ, വാർഡ് സെക്രട്ടറി AA കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. ഇംഗ്ലീഷുകാര് നമ്മളെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ആ അടിമത്തം മാറി ഇന്ത്യയിൽ ജനിച്ചവർക്കുള്ളതാണ്. വാടാനപ്പള്ളി ജനിച്ചവർക്കുള്ളവരാണ്. ഇത് നമ്മുടെ ജന്മഭൂമിയാണ്. പെറ്റുമ്മ പോലെ അമ്മ പോലെ ഈ പിറന്ന മണ്ണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇംഗ്ലീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സർവശക്തമായി സ്വാതന്ത്ര്യ സമരം തുടങ്ങിയപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ജാതി നോക്കാതെ മതം നോക്കാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 3 നിറമുള്ള ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയെ പിടിച്ചുകൊണ്ട് തെരുവിലിറക്കി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. വാടാനപ്പള്ളി എന്ന് പറയുന്ന തൃശ്ശൂരിലെ കേരളത്തിലെ ഈ തീരഗ്രാമം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വാടാനപ്പള്ളി ബ്രാഞ്ചിന്റെ ഉദ്ഘാടന കർമ്മം മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് അധ്യക്ഷത വഹിച്ചു. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ബാങ്ക് ലോക്കർ ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വൈക്കാട്ടിൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് PR വാസു, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം V മുരളീധരൻ, ബാങ്ക് സെക്രട്ടറി MB ബിജു, വാടാനപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കൽ, KA വിശ്വംഭരൻ, അഡ്വക്കേറ്റ് MA മുസ്തഫ, അനിത് കുമാർ ആന്തുപറമ്പിൽ, P ദിവിൻദാസ്, PA സിദ്ദിഖുൽ അക്ബർ, TN ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. കാരണം ഓരോ പ്രദേശത്തും
മറ്റ് രാജ്യങ്ങളിൽ പോലുമുള്ള മൂലധനമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നത്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു സഹകരണ ബാങ്ക് ആ പ്രദേശത്തിൻ്റെ തന്നെ വികസനത്തിന് വേണ്ടി തങ്ങളുടെ മൂലധനം നിക്ഷേപിക്കുകയാണ്. ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട്. വാടാനപ്പള്ളിയുടെ വികസനത്തിന് അമേരിക്കയിൽ നിന്ന് നല്ല മൂലധനം ഉണ്ടായാൽ, അതേസമയം വാടാനപ്പള്ളിയുടെ വികസനത്തിന് വാടാനപ്പള്ളി സഹകരണ ബാങ്കിൻ്റെ തന്നെ നിക്ഷേപം ഉണ്ടായാൽ തമ്മിലുള്ള വ്യത്യാസം ചിന്തിക്കാൻ പറ്റുന്നതല്ല. വളരെ വളരെ വ്യത്യാസം. ഈ ഗ്രാമത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, മൈക്രോ ഇക്കോണമി എന്നൊക്കെ പറയും, സാങ്കേതിക പദങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ്. ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരണമെങ്കിൽ ഈ നാടിൻ്റെ മൂലധനം ഈ നാടിൽ തന്നെ സൈക്ലിക് പ്രോസസ്സിലൂടെ, ചാക്രിക പ്രക്രിയയിലൂടെ തിരിഞ്ഞു പോകണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സ്മാർട്ട് കയ്പമംഗലം നടത്തിയ അഭിനന്ദനീയം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്ന ഒരു മേഖല കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിൽ നിങ്ങൾ വന്നിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ലഭ്യമാക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള കേരള നോളജ് വാലി ഉൾപ്പെടെ, അല്ലെങ്കിൽ മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഗ്ലോബൽ വാച്ച് ടവർ ഉൾപ്പെടെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആയാലും കേരള റിസർച്ച് പാർക്ക് ആയാലും ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ വരും തലമുറയ്ക്കുള്ള പ്രത്യേകമായിട്ടുള്ളൊരു കരുതലാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടികളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മത്സരം നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. എവിടെ ചെന്നാലും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും നന്നായി ആ മത്സരത്തിൽ പങ്കെടുത്ത് കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള വിജയം ഉണ്ടാവുക. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അവസരത്തിലും നിങ്ങൾക്ക് വിജയിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം, നമുക്ക് പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണ്. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്ന മേഖല ഉന്നത വിദ്യാഭ്യാസമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കുന്നതിന് സർക്കാർ പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്മാർട്ട് കയ്പമംഗലം ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. സൂര്യഭാരതി ഫൗണ്ടേഷൻ ചെയർമാൻ KP മനോജ് കുമാറിന് കലാസംസ്കൃതി പുരസ്കാരം നൽകി മന്ത്രി റോജി എം ജോൺ ആദരിച്ചു. ദാലിയ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ഹംസയ്ക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരം നൽകിയും മന്ത്രി ആദരിച്ചു. ദയ എക്സ്റ്റേണൽ ഡയറക്ടർ മുഹമ്മദ് ബഷീർ, അൻഷി ഗ്രൂപ്പ് ചെയർമാൻ ഷിമിൽ മോഹൻദാസ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് VR അനൂപ്, അഞ്ജലി ഷമീർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KK സക്കരിയ, പഞ്ചായത്ത് അംഗങ്ങൾ CJ പോൾസൺ, സുനിൽ P മേനോൻ, PC ബാബുരാജ്, മജീദ് കയ്പമംഗലം, ചന്ദ്രാപിനി SM വിദ്യാഭവൻ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, എടത്തിരുത്തി SNV LP സ്കൂൾ പ്രധാനാധ്യാപിക നിമ്മി പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. നീന്തൽ മത്സരങ്ങളിൽ 5 സ്വർണ്ണ മെഡൽ നേടിയ ധനിഷ്ടാട്ട് ജിംജി, ഭിന്നശേഷി വിഭാഗത്തിൽ ഓട്ട മത്സരത്തിൽ പുരസ്കാരം നേടിയ അമേയ, മികവഴക് പുരസ്കാരത്തിന് അർഹയായ SNV LP സ്കൂളിലെ അധ്യാപിക KB സന്ധ്യ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. യുവ ക്ലബിന് സ്പോർട്സ് കിറ്റും സമ്മാനിച്ചു. KA അഫ്സൽ, പ്രവിത ഉണ്ണികൃഷ്ണൻ, ലക്ഷ്മി ശാന്തൻ,
ഉല്ലാസ് നാസർ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം വഞ്ചിപ്പുര ഐരൂർ ചാപ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ക്ഷേത്ര മേൽശാന്തി ലിജേഷ് പള്ളായി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KC ദിലീപ് കുമാർ അധ്യക്ഷനായി. സെക്രട്ടറി KB ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടും ട്രഷറർ PS സജേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. രക്ഷാധികാരി PK വേലായുധൻ, വൈസ് പ്രസിഡന്റ് KM മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. അവർക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം ദേവിയുടെയും മുത്തപ്പൻ്റെയും നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഏങ്ങണ്ടിയൂർ C കൃഷ്ണവിലാസം ലൈബ്രറിയിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് T ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി നിർവാഹക സമിതി അംഗം സജീവ് പള്ളിക്കടവ് അധ്യക്ഷത വഹിച്ചു. യോഗാചാര്യൻ ബൈജു മാസ്റ്റർ യോഗാദിന സന്ദേശം നൽകി. രമാദേവി ടീച്ചർ, ലൈബ്രറി സെക്രട്ടറി P രമേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ലീന ഗണേഷ്, പ്രിയ ജിൻസ്, ഇന്ദു ഷാജി, KC വേലായുധൻ എന്നിവർ സംസാരിച്ചു. യോഗ പരിശീലകർ, അധ്യാപകർ, സാംസ്കാരിക പ്രവർത്തകർ, ലൈബ്രറി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഭിമാനിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഐക്യരാഷ്ട്രസഭയിൽ 2015 ഇന്ത്യ ഇത് യോഗ അവതരിപ്പിച്ചപ്പോൾ ഇതിൻ്റെ പ്രമേയം അവതരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങൾ അനുകൂലിച്ച ഒരു പ്രമേയമാണ് എന്നുള്ളത് വലിയ ശ്രദ്ധേയമാണ്. ഇനി വിദ്യാലയങ്ങളിലൂടെ 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ഗ്രാമ്യ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് മതിലകം സെന്റ് ജോസഫ് HSS സ്കൂളിലാണ്. നമുക്ക് ഈ വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് ജോജി ജോസഫ്. ഞാൻ മതിലകം സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഹെഡ് മാസ്റ്ററാണ്. SSLCക്ക് ഞങ്ങൾക്ക് ഈ വർഷം 585 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 584 കുട്ടികളും വിജയിച്ചു. 53 പേർക്ക് ഫുൾ A+ നേടാൻ സാധിച്ചു. 9 A+ 19 കുട്ടികളാണ് വാങ്ങിയത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സ്കൂളായിരുന്നു ഞങ്ങളുടെ. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരുത്തുകയും ഏറ്റവും നല്ല വിജയ ശതമാനം നേടുകയും ചെയ്ത സ്കൂളാണ്. 99.83 ഞങ്ങളുടെ റിസൾട്ട്. ഈ അക്കാദമിക് കാര്യങ്ങളിൽ മാത്രമല്ല, കലോത്സവത്തിലും കഴിഞ്ഞ തവണ സംസ്ഥാന കലോത്സവത്തിൽ തൃശ്ശൂർ വെച്ചാണ് നടന്നത്. സംസ്ഥാന കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളായിരുന്നു സെൻറ്റ് ജോസഫ്സ്. തൃശ്ശൂർ ജില്ലാ കലോത്സവത്തിൽ ടോപ്പ് ഞങ്ങളായിരുന്നു, 1ാം സ്ഥാനമായിരുന്നു പോയിന്റ് വൈസ്. പിന്നെ ഉപജില്ലയിൽ കുറേ വർഷങ്ങളായിട്ട് സെൻറ്റ് ജോസഫ്സ് തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഉപജില്ലാ ശാസ്ത്രമേളയിലും സെൻറ്റ് ജോസഫ്സ് തന്നെയാണ് ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത്, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ. അതുപോലെ തന്നെ കായികമേളയിലും അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും നമ്മുടെ കുട്ടികൾ ഏറ്റവും മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ PTA-യും MPTA-യും സ്റ്റാഫും വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, വളരെ നല്ല പിന്തുണയാണ് കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളും അതുപോലെ തന്നെ നല്ല ഒരു പ്രകടനം എല്ലാ മേഖലകളിലും കാഴ്ചവെച്ചു. കഴിഞ്ഞ വർഷം അങ്ങനെ നല്ലൊരു വിജയത്തിൻ്റെ വർഷമായിരുന്നു. 2 കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ സ്പോർട്സിൽ 2 കുട്ടികൾ സംസ്ഥാന തലത്തിൽ, ഒരു കുട്ടി മുഹമ്മദ് നാഫി, അവൻ സംസ്ഥാന ഡിസ്കസ് ത്രോയിലും ഷോട്ട് പുട്ടിലും ഗോൾഡ് മെഡൽ നേടി. അതുപോലെ തന്നെ വോളിബോളിൽ ശ്രീഹരി CT, അവൻ സംസ്ഥാന വോളിബോൾ ടീമിൽ കളിച്ചു. അത് കഴിഞ്ഞ് നാഷണലിലും പോയി കളിച്ചിരുന്നു. പിന്നെ നമുക്ക് ശാസ്ത്രമേളയിൽ, സംസ്ഥാന ശാസ്ത്രമേളയിൽ
തേജസ് പ്രസാദ് എന്ന കുട്ടി ഗണിത പസിൽ മത്സരത്തിൽ എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടുകയുണ്ടായി. അങ്ങനെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ 2025-26. ഈ വർഷവും ഞങ്ങൾ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മതിലകം സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് ഞാൻ. 2010 നമ്മുടെ വിദ്യാലയത്തിന് +2 അനുവദിച്ച് കിട്ടിയത്. അന്നു മുതൽ പഠനരംഗത്തും പാഠ്യേതര രംഗത്തും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. നല്ലൊരു PTA, നല്ലൊരു മാനേജ്മെൻറ്റ്, നല്ല രക്ഷാകർത്താക്കൾ, നല്ല വിദ്യാലയ അന്തരീക്ഷം, ഈ കൂട്ടായ്മയാണ് ഞങ്ങളെ എപ്പോഴും മികച്ച വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ 4 ബാച്ചുകളിലായി 480 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. +2 ബയോസയൻസ്, +2 കമ്പ്യൂട്ടർ സയൻസ്, +2 ഹ്യൂമാനിറ്റീസ്, +2 കൊമേഴ്സ് എന്നീ വിഭാഗങ്ങളിലായി കഴിഞ്ഞ വർഷം 23 കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയുണ്ടായി. 13 വിദ്യാർത്ഥികൾക്ക് 5 A+ ലഭിക്കുകയുണ്ടായി. പഠനരംഗത്തും പാഠ്യേതര രംഗത്തും ഇവിടുത്തെ മിടുക്കർ വലിയ മികവ് പ്രദർശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സംസ്ഥാന യുവജനോത്സവത്തിൽ ആൽവിൻ ആൻ്റണി, ശ്രദ്ധ ബിൻസ്, ശ്രീനന്ദ, ഇംതിയാസ് എന്നീ വിദ്യാർത്ഥികൾ വളരെ വലിയ മികവ് പ്രദർശിപ്പിക്കുകയും A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ശാസ്ത്ര വിഷയങ്ങളിലും വർക്ക് എക്സ്പീരിയൻസിലും മറ്റു മത്സരങ്ങളിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ വളരെ മികവ് പുലർത്തുന്നു. ഒരു വിദ്യാലയം എന്ന നിലയിൽ നല്ലൊരു സ്നേഹ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഇവിടുത്തെ അധ്യാപകർ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ വിദ്യാലയത്തിലെ ഹ്യൂമാനിറ്റീസ് ബാച്ച് ഒരു റയർ സ്ട്രീമാണ്. സോഷ്യൽ വർക്ക്, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളാണ് ഈ ഹ്യൂമാനിറ്റീസ് ബാച്ചിലുള്ളത്. എല്ലാവർക്കും നല്ലൊരു നാളെ, നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് രശ്മി. മതിലകം സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപികയാണ്. അപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ഒരു ഉന്നത വിജയം തന്നെ കിട്ടി. അവരുടെ നല്ല പ്രയത്നം കൊണ്ടും മാനേജ്മെൻറ്റിൻ്റെയും ഒപ്പം PTA സഹകരണത്തോടെ നല്ലൊരു വിജയം നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് സംശയങ്ങളുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആയതിൻ്റെ വെളിച്ചത്തിൽ ടീച്ചർമാരുടെ നല്ലൊരു സഹകരണം കിട്ടിയതുകൊണ്ട് എല്ലാ മക്കൾക്കും നല്ലൊരു വിജയ ശതമാനം ഉറപ്പാക്കാനായിട്ട് ഇവിടെ സാധിച്ചു. കുറേ പേർക്ക് തന്നെ ഫുൾ A+ വാങ്ങാനായിട്ടൊക്കെ സാധിച്ചു. എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. നന്ദി. എൻ്റെ പേര് റഹിയാനത്ത് അൻസാരി. ഞാനിവിടെ മതിലകം സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ഇവിടെ തീരദേശ മേഖലയിൽ നിന്നടക്കമുള്ള പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പഠിക്കാനായിട്ട് വരുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ മാനേജ്മെൻറ്റ്, PTA എല്ലാവരും ചേർന്ന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് നമ്മളുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ചുറ്റുപാടുകളിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് അവർ ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, അവർക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ എല്ലാ രീതിയിലും കലാകായികമായ രീതിയിലും വിദ്യാഭ്യാസപരമായും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളുടെ മക്കൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. നമ്മളുടെ അധ്യാപകരും അതിനൊപ്പം തന്നെ നിന്നിട്ട് എത്ര വേണമെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ അവരും തയ്യാറാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സെയിൻറ് ജോസഫ് മതിലകം HSലെ ഇത്തവണത്തെ SSLC ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് അവരൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ആദർശ് P. സുരേഷ്. എൻ്റെ പേര് മുഹമ്മദ് ഷാഹിദ്. സുധീർത്ത് നിതിൻ. അപ്പോൾ ഇത്തവണ നമ്മുടെ പരീക്ഷയുടെ പാറ്റേൺ, ചോദ്യ പേപ്പറിൻ്റെ പാറ്റേൺ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറി. അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നമുക്കൊരു 54ഓളം ഫുൾ A+ നമുക്ക് നേടാനായിട്ട് സാധിച്ചു അല്ലേ. അപ്പം അതിൻ്റെ പിന്നിൽ നമ്മുടെ അധ്യാപകരുടെ ഒരു കൈയുണ്ട് അല്ലേ. അപ്പം അധ്യാപകരുടെ ആ പ്രയത്നത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
ടീച്ചർമാരും സാറുമാരും നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങളുടെയും പോഷൻ കഴിഞ്ഞിട്ട് റിവിഷനും സഹായിക്കാനും ഒക്കെ എടുത്തുണ്ടായി. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ചില കുട്ടികളെ ഇത്തിരി നേരം കോതിരുത്തിയിട്ട് പഠിപ്പിച്ചെടുത്തു. അധ്യാപകർ നല്ലോണം സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ പഠിക്കാൻ. അധ്യാപകര് നന്നായിട്ട് സഹകരിച്ചു എന്ന് പറയണം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പേരൻസിനെ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ പിന്നിൽ എപ്പോഴും അവർ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ പേരൻസിനെ പറ്റിയിട്ട് എന്താണ് ഈ ഒരു നിമിഷത്തിൽ ഓർത്തെടുക്കാനുള്ളത്? ഈ ഒരു നിമിഷത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ കാലത്ത് എനിക്ക് വരുമ്പോൾ തൊട്ട് എനിക്ക് ഫുഡ് പാക്ക് ചെയ്ത് തരുന്നത്, എന്താ പറയാ, എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും എൻ്റെ പേരൻസ് ഒക്കെ തന്നെയാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തില്. അങ്ങനെ അത്രയും നല്ലൊരു പേരൻസിനെ കിട്ടി, അവർക്ക് എനിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റി. അതന്നെ ഒരു വലിയ കാര്യമായിട്ട് കാണുന്നു ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഇത്ര നാള് പഠിച്ചതിന്റെ ഏറ്റവും വലിയൊരു റിസൾട്ടാണ് 10ാം ക്ലാസ്സിലേക്ക്. ഇനി മുകളിലേക്ക് നമുക്ക് പഠിച്ച് ഉയരാനുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു പടി എന്ന നിലയിൽ SSLC നമ്മൾ എഴുതി, നമുക്ക് അതിൽ ഫുൾ A+ ലഭിച്ചു. ഇനി ഏത് മേഖലയ്ക്ക് പോകാനാണ് താല്പര്യമുള്ളത്? എനിക്കൊരു അക്കൗണ്ടിങ്ങിന്റെ മേഖലയിലേക്കാണ് പോകാൻ താല്പര്യം. സയൻസ് എടുത്തിട്ട് അങ്ങനെ പഠിക്കാനാ താല്പര്യം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഹാപ്പിയാണ്, നമ്മളും ഒപ്പം ഹാപ്പി തന്നെയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വീണ്ടും കാണാം. എൻ്റെ പേര് അനുഗ്രഹ. ഞാൻ ഈ വർഷം സെന്റ് ജോസഫിന്ന് ഫുൾ A+ നേടി പാസ്സായ വിദ്യാർത്ഥിയാണ്. സ്കൂളിന്റെ ഭാഗത്തുനിന്നും പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. എൻ്റെ പേര് ഹിബ ഫാത്തിമ. ഞാൻ സെന്റ് ജോസഫിന്ന് ഫുൾ A+ നേടിയ വിദ്യാർത്ഥിയാണ്. ഇപ്രാവശ്യം ഞങ്ങളുടെ സിലബസ് ഒക്കെ മാറി പുതിയ സിലബസ് ആയിരുന്നു. അതായത് നല്ല ടഫൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ടീച്ചർമാരും എല്ലാ വിഷയത്തിന്റെ ടീച്ചർമാരും അതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന് പഠിപ്പിച്ചെന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെ ഇരിക്കുന്നൊന്നും അറിഞ്ഞൂടല്ല. പക്ഷെ ടീച്ചർമാരൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പറഞ്ഞെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ നേടാൻ കഴിഞ്ഞത് തന്നെ. സെയിന്റ് ജോസഫ് മതിലകം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഇത്തവണത്തെ +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കൊന്ന് അവരെ പരിചയപ്പെടാം. ഇംതിയാസ് ഖാൻ, നസ്മുൽ, ടെമിത് അനിൽകുമാർ, ആകാശ് ചന്ദ്രൻ, അഭയ് കൃഷ്ണ. അപ്പൊ ഇത്തവണ നമ്മുടെ +2 പരീക്ഷയിൽ ഉന്നത വിജയം നമുക്ക് നേടാനായിട്ട് സാധിച്ചു. ഒരു ഏകദേശം 26ഓളം ഫുൾ A+ നമ്മുടെ സ്കൂളിലുണ്ട് അല്ലേ? അപ്പോൾ അതില് ഏറ്റവും വലിയൊരു പാർട്ടായിട്ടുള്ളത് നമ്മുടെ അധ്യാപകർ തന്നെയായിരിക്കും. അപ്പൊ അധ്യാപകരുടെ ആ ഒരു പ്രയത്നത്തെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും നല്ലോണം പഠിപ്പിക്കാനും പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷൻ തരാനും പിന്നെ ഒരു പ്ലാനിങ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരുടെ. നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒരുപോലെ തന്നെ കൃത്യമായിട്ട് നല്ലൊരു പ്ലാനിങ്ങോട് കൂടി പോയാലേ നമുക്ക് എന്തായാലും ഫുൾ A+ നേടാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ അത്തരത്തില് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ടായിരുന്ന പഠനമൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നപ്പോൾ തന്നെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായി ടൈം ടേബിൾ വെച്ച് പഠിക്കണം എന്നൊക്കെ. അപ്പൊ ആ റൊട്ടീൻ തന്നെ റൂട്ട് തന്നെയാണ് പോയിരുന്നത്. ഇങ്ങനൊരു വിജയം ലഭിച്ചപ്പോ നമ്മുടെ പേരൻസിന്റെ ഭാഗത്തുനിന്ന് എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ? എന്തായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതും അവരുടെ ആ റിയാക്ഷൻ കാണാനായിരിക്കും അല്ലേ? അപ്പൊ അതിൽ എത്രത്തോളം സന്തോഷമുണ്ട്? അവർക്കൊക്കെ നല്ല സന്തോഷമുണ്ട്, പിന്നെ ഒരു അഭിമാനം ഉണ്ടാവില്ല. അതാണ് എന്റെ മോൻ പറയുമ്പോൾ. അപ്പൊ ഇനി ഏതൊരു മേഖലയ്ക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്? എനിക്കിനി കൊമേഴ്സ് ബിസിനസ് ആയിട്ട് പോകാൻ തന്നെ താല്പര്യം. ഈ 2 വർഷ കാലയളവിൽ ഇപ്പോ ഫസ്റ്റ് ഇയറിൽ ഫുൾ A+ ഉണ്ടായിരുന്ന? ഫസ്റ്റ് ഇയറിൽ 3A+3A ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നിട്ട് നല്ലൊരു എഫേർട്ട് ഇട്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അത്യാവശ്യം എഫേർട്ട് ഒക്കെ ഇട്ടിട്ട് പഠിച്ചത്. പിന്നെ സ്റ്റേജ് കലോത്സവത്തിന് പോയി ഗ്രേസ് മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കലാ കായിക മേഖലയിലും നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? കലാ മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്കൂള് ഇവിടെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളാണ്. ഇവിടെ ടീച്ചർമാർ രാപ്പകലില്ലാണ്ട് ഒരു ഗ്രൂപ്പായിട്ട് അതിനുവേണ്ട കഷ്ടപ്പാടുകളൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ. അത് നമുക്ക് ക്ലാസ് ഇരുന്നാലും കാണാൻ പറ്റും. ഇവിടെ ടീച്ചർമാരും ആയാലും കുട്ടികളായാലും അടിപൊളിയായിട്ട് തന്നെ. അപ്പോ കലാ കായിക മേഖലയിലും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ മതിലകം സ്കൂള് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു മികച്ച സ്കൂളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വീണ്ടും ചോദിച്ചറിയാം. ഹായ്, എൻ്റെ പേര് ഹസ്ന ഫാത്തിമ. ഞാൻ 2024-26 സെന്റ് ജോസഫ് HSS മതിലകം കൊമേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. എന്താ പറയുക, +2 ഫുൾ A+ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തവണ ഞാൻ കുറേ സ്കൂളിൽ വന്നിട്ടുണ്ടായി. അപ്പം എനിക്ക്
+1 അലോട്ട്മെന്റ് കിട്ടിയപ്പോൾ വേറെ ഏത് സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങോട്ട് വാശി പിടിച്ച് തന്നെ വന്നതാണ്. അങ്ങനെ പിന്നെന്താ, പാരൻസിന്റെ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും കൊണ്ടാണ് എല്ലാവരും ഓരോരോ സ്ഥാനങ്ങൾക്ക് എത്തണത് തന്നെ. എന്താ, എനിക്ക് സാധാരണ ടാലന്റ് ഉണ്ടെന്ന് അറിയണ തന്നെ നമ്മുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ അതിനെപ്പറ്റി നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ ഹിഡൻ ടാലൻസ് ഒക്കെ നമ്മുടെ ബാച്ച് ചെയ്താന്നോ അങ്ങനെ ഒന്നും നോക്കാതെ എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യണ ഒരു സ്കൂളാണ് സെന്റ് ജോസഫ് സ്കൂൾ എന്ന് പറയുന്നത്. ഞാൻ കൊമേഴ്സ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും എല്ലാവരോടും പറയണം തോന്നിയേക്കണേ. എല്ലാവരും പറയും കൊമേഴ്സ് ഈസി അല്ലേ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമുക്ക് പഠിക്കുമ്പോൾ അത് ഹാർഡാണ്. എനിക്ക് ഈസിയാക്കി തരാൻ മെയിൻ റീസൺ ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ എടുത്തു പറയാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ് സേവിയർ സാറ്, ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. നമ്മളുടെ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടാൽ നമ്മൾ 10 ദിവസം നമ്മളെ സ്കൂൾ ഫുൾ അഡ്വൈസ് ചെയ്ത് നമ്മളെ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ നമ്മുടെ ടോപ്പ് പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ഒരു സാറാണ് പ്രിൻസിപ്പൽ സാർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇയറിൽ സ്കൂൾ ടോപ്പർ ആവാൻ പറ്റിയാലും ഞാൻ നല്ല ഹാപ്പിയാണ്. ഹലോ, എൻ്റെ പേര് ഫൈഹ. ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് 2024-26 ആണ്. സ്കൂൾ ടോപ്പർ പൊസിഷനിൽ നിന്ന് 1 മാർക്കിനാണ് മിസ്സായത്. പിന്നെ ഫുൾ A+ ഉണ്ട്. +1 എനിക്ക് 3 മാർക്കാണ് ടോട്ടലിൽ നിന്ന് പോയിട്ടുള്ളത്. +2 ഇപ്പോൾ എക്സാമിൻ്റെ കുറച്ച് ടഫ്നെസ്സും ബാക്കി റീസൺസും കൊണ്ട് കുറച്ച് മാർക്ക് മിസ്സായി 20 മാർക്സാണ് പോയത്. ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ടീച്ചേഴ്സിനോടാണ്. പിന്നെ കോംപ്രിഹാൻഡ് ചെയ്യാനും ഒരുപാട് ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ടാലൻറ്റ് മനസ്സിലാക്കാൻ നേരത്തെ ഹസ്ന പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കാനുള്ള ടാലൻ്റ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇതുണ്ട് എന്നൊക്കെ കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വാപ്പയും ഉമ്മയാണ്, സിസ്റ്റേഴ്സും ഉണ്ട്. കൂടുതലും ഞാൻ ഡൗൺ ആയി പോയ മൊമെന്റ്സിലൊക്കെ അവരാണ് എന്നോട് നിനക്ക് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് അവരാണ്. അപ്പം ഇനിയും മുന്നോട്ടും ആ സപ്പോർട്ടും മോട്ടിവേഷനും ഇൻസ്പിറേഷനൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മുന്നോട്ടേക്ക് എനിക്കത് വേണം. ഇപ്പം +2 കഴിഞ്ഞു, പക്ഷേ ഇനി അങ്ങോട്ടുള്ളതാണ് നമ്മുടെ മെയിൻ ടേണിംഗ് പോയിന്റ്. അപ്പം അതിലും ഒരു ഫുൾ സപ്പോർട്ട് ഞാൻ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നുണ്ട്, അതെനിക്ക് വേണം. ഹലോ, എൻ്റെ പേര് അമിക. എനിക്ക് ഫുൾ A+ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സ്കൂള് എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെയൊക്കെ വന്നോടുകൂടി ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഇവിടുത്തെ സ്റ്റുഡൻസ് ആയാലും എൻ്റെ ഒരു പുതിയൊരു ന്യൂ ഫേസ് കണ്ടെത്താൻ സഹായിച്ചത് സെൻറ്റ് ജോസഫ് HSS ആണ്. അതിന് ഞാൻ ബിഗ് താങ്ക്സ് പറയുന്നു ഇവിടുത്തെ ടീച്ചേഴ്സിനോടായാലും സ്റ്റുഡൻസിനോടായാലും പ്രിൻസിപ്പൽ സാറായാലും. നമ്മളുടെ എന്ത് കാര്യത്തിനും ഇവർ സപ്പോർട്ട് ചെയ്യും. നമുക്കിപ്പോൾ എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് ആയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് ടീച്ചേഴ്സ് ഓക്കെ അല്ലേ, എന്താണ് വേണ്ടത്, സപ്പോർട്ട് എന്താ വേണ്ടത്, അതിപ്പോൾ എന്ത് ഇഷ്യൂ ആയാലും ടീച്ചേഴ്സ് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും. അത് സത്യം പറഞ്ഞാൽ സെൻറ്റ് ജോസഫിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് വരിക, നിങ്ങളായിട്ട് തന്നെ അനുഭവിക്കുക. അവിടെ എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൻറ്റ് ജോസഫ് HSS എന്താന്ന്. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ ഫുൾ A+ ആണ്. +2 ബയോസയൻസ് ആണ്. ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ടീച്ചേഴ്സ്. പിന്നെ പ്രിൻസിപ്പൽ സാറാണെങ്കിലും എല്ലാ ടീച്ചേഴ്സും എല്ലാവർക്കും ഒരു കുറവും കൂടാതെ തന്നെ എല്ലാം കൃത്യമായി പറഞ്ഞു തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വളരെ നന്ദി. എൻ്റെ പേര് അമൃത. ഞാൻ +2 ബയോസയൻസിലാണ്. ഞങ്ങളെ സ്കൂൾ ഭയങ്കര നല്ലായിരുന്നു. ഞങ്ങളെ പഠിപ്പും എല്ലാ കാര്യങ്ങളും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ടീച്ചർമാരായാലും പാരൻസ് ആയാലും എല്ലാവർക്കും നന്ദി. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം പള്ളിവീരൻ വൃത്തന്റെ മകൻ ഷാജി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാര കർമ്മം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കാഞ്ഞാണി ആനക്കാട് പൊതുശ്മശാനത്തിൽ നടത്തി. ഭാര്യ കാർത്തിയായനി, മക്കൾ ഐശ്വര്യ, അഭിഷേക്. പ്രധാന വാർത്തകൾ വീണ്ടും. ജോലി ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചതിന്റെ വൈരാഗ്യത്തിൽ വാടാനപ്പള്ളിയിൽ യുവാവിന് നേരെ ആക്രമണം. പെരുങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാഗോപി MLAക്ക് നിവേദനം നൽകി.
അന്താരാഷ്ട്ര യോഗാ ദിനം വിവിധ പഞ്ചായത്തുകളും സംഘടനകളും ആചരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.